കേരളത്തിൽ സമീപത്തായി നടന്ന തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ആ തിരഞ്ഞെടുപ്പിനെ ആകെ വർഗീയമായി തിരിക്കാനും ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള ശ്രമങ്ങളാണ് UDF ജമാഅത്തെ മുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും VD സതീശനും പിടിച്ചിരിക്കുന്ന വിഷയം പാലക്കാട്, മഞ്ചേശ്വരം മണ്ഡലങ്ങളാണ്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം ആയത് BJP ജയിപ്പിക്കാനുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് VD സതീശൻ പറയുന്നത്. പാലക്കാട്ടെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ട് നിലയൊന്ന് നോക്കാം. UDFന് കിട്ടിയത് 49,741 വോട്ടുകൾ, LDFന് 43,802 വോട്ടുകൾ, BJPക്ക് 38,002 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്താണ്. കേവലം 6,189 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിലുള്ളത്. സ്വാഭാവികമായി LDF വോട്ട് നില കൂട്ടിയാൽ നഷ്ടം സംഭവിക്കുക അത് UDFന് മാത്രമാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ബുദ്ധിയിൽ ഉദിക്കുന്ന BJP ഡീൽ വാദം പറയുന്നത്. ഒരു പൊതുസ്വതന്ത്രൻ എന്ന നിലയിൽ വോട്ട് വർദ്ധിപ്പിക്കാനും പാലക്കാട് മണ്ഡലത്തിലാകെ വ്യക്തിബന്ധവുമുള്ള സ്ഥാനാർത്ഥിയാണ് NMR റസാഖ്. അതുകൊണ്ട് തന്നെ പാലക്കാട് വിജയസാധ്യത LDFനാണ്. പരാജയ ഭീതിയിൽ എന്തു വിളിച്ചു പറയുന്ന കോൺഗ്രസിനെ ജനങ്ങൾ തള്ളിക്കളയും. അടുത്തു പറയുന്ന ഡീല് മഞ്ചേശ്വരമാണ്. നിലവിൽ UDF വിജയിച്ചു നിൽക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. രണ്ടാമതുള്ളത് BJPയും, മൂന്നാം സ്ഥാനത്താണ് LDF. 855 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നിലവിൽ UDFന് മഞ്ചേശ്വരത്തുള്ളത്. LDFും UDFും ഒരുപോലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചാൽ അവിടെ BJPയുടെ സാധ്യത കൂടുമെന്ന UDF വാദം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ KR ജയാനന്ദ എന്ന സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് LDF മത്സരിപ്പിക്കുമ്പോൾ അവിടെ എന്ത് ഡീലാണ് BJPയുമായി LDF ഉണ്ടാക്കിയത് എന്ന് UDF തന്നെ വ്യക്തമാക്കണം. ഈ ജമാഅത്തെ വാദം VD സതീശൻ ഇങ്ങനെ പറയുന്നത് സംസ്ഥാനത്തുടനീളം കിട്ടാൻ പോകുന്ന തിരിച്ചടിയെ മുന്നിൽ കണ്ടാണ്. ഏത് വാദം ഉന്നയിച്ചാലും കിട്ടാൻ പോകുന്ന തോൽവി പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നല്ലത്.